പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ച് കെ കരുണാകരൻ്റെ മകൾ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യമായി കോൺഗ്രസ്സുകാർ കാണുന്നത്. അതിനപ്പുറമായി വളരെ കാലം പാർട്ടിയിൽ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തകയെ പോലെ ഇതിൻ്റെ അകത്ത് കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ കടന്നു വരികയോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും അവരെ ഏറ്റവും അധികം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് രംഗത്താണെങ്കിലും സംഘടനാ രംഗത്താണെങ്കിലും. സംഘടനാ രംഗത്ത് ഇനിയും ഇരിക്കാൻ മറ്റു പോസ്റ്റുകളൊന്നുമില്ല. ഇനിയും KPC പ്രസിഡന്റ് എന്ന പോസ്റ്റ് മാത്രമേ ഉള്ളൂ ഇരിക്കാൻ. ബാക്കി KPC വൈസ് പ്രസിഡൻ്റായി, രാഷ്ട്രീയകാര്യ സമിതി അംഗമായി, KPC ജനറൽ സെക്രട്ടറിയായി, തൃശ്ശൂർ മത്സരിച്ചു. അത് ജയിക്കുന്ന സീറ്റുകളാണ് പലപ്പോഴും കൊടുത്തിരിക്കുന്നത്. ജയിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റാണ് തൃശ്ശൂർ, തേറമ്പിൽ മത്സരിച്ചുകൊണ്ടിരുന്ന സീറ്റാണ് കൊടുത്തത്. അവിടെയാണ് പരാജയപ്പെട്ടത്. പിന്നീട് ലോക്സഭയിൽ പരാജയപ്പെടുന്നു. അതും കോൺഗ്രസ് വിജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമായിരുന്നു. കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത്. അപ്പം ജനങ്ങൾ തള്ളിക്കളഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവാണ് പത്മജ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ താൻ കോൺഗ്രസ് വിട്ടുപോകുന്നതിന് പാർട്ടിയാണ് ഉത്തരവാദി എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എന്ന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഏതൊരു സാധാരണ പ്രവർത്തകനും, ഒരു ബൂത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണെങ്കിൽ പോലും പാർട്ടി വിട്ടുപോയാൽ, ഒരു പ്രസ്ഥാനം വിട്ടുപോയാൽ അതിൻ്റേതായ കുറവുണ്ട് എന്ന് ആണ് വ്യക്തിപരമായി ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ പത്മജയെ സംബന്ധിച്ച് ശ്രീ K മുരളീധരൻ പറഞ്ഞതുപോലെ വർക്ക് അറ്റ് ഹോം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അക്ഷരാർത്ഥത്തിൽ ഞങ്ങളൊന്നും അത്ര കഠിനമായി ഇവിടെ സംഘടനാ പ്രവർത്തനത്തിൽ പത്മജ നിൽക്കുന്നതായിട്ട് ഒരു കാലത്തും കണ്ടിട്ടില്ല. അവർ പല മീറ്റിങ്ങുകളിലും വരാറുണ്ട്, ഇരിക്കാറുണ്ട്, പോകുന്നു എന്നതിൽ കവിഞ്ഞ് അങ്ങനെ ശക്തമായ പ്രവർത്തനങ്ങളിലൊന്നും ഞങ്ങളാരും ഞാനിപ്പോൾ കഴിഞ്ഞ 33 വർഷമായി പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളാണ്, ഞങ്ങളാരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. പിന്നെ എന്തെങ്കിലും കണ്ടുകൊണ്ട് BJPയിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്നുള്ളത് ലക്ഷ്യം വെച്ചാണ് പോയതെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്തെങ്കിലും അധികാരമോ മറ്റുള്ള എന്തെങ്കിലും ഗുണങ്ങളോ ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിച്ചായിരിക്കാൻ പോയത്. രണ്ട്, എന്തിനെങ്കിലും ഭയപ്പെടുന്നുണ്ടോ എന്നുള്ളത് കണ്ടെത്തേണ്ട കാര്യമാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നവരെ അതിൻ്റെ അകത്ത് എവിഡൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും EDയുടെ ഒരു റെയ്ഡ് അവരുടെ വീടുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ തെളിവില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു സാഹചര്യത്തെ അതിജീവിക്കാനാണോ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു നീക്കം ഉണ്ടായത് എന്നുള്ളതും അന്വേഷിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതിപ്പോൾ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് K കരുണാകരനെ പോലെ അതികായനായ ഒരു രാഷ്ട്രീയ നേതാവ് പാർട്ടി വിട്ടുപോയ സാഹചര്യത്തിൽ പോലും ഈ പാർട്ടി നിലനിന്നിട്ടുണ്ട്. അത് ഒരു വ്യക്തിയും ഈ പാർട്ടിക്ക് പ്രാധാന്യമുള്ളതല്ല. ഏത് വ്യക്തി പോയാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം നിലനിൽക്കും എന്നുള്ളതിന് നിരവധി ദൃഷ്ടാന്തങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും.